ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. അതിർത്തി ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഊർജ്ജ മേഖലയിൽ രാജ്യം ആത്മനിർഭറാകാൻ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ 100 ദിന നേട്ടങ്ങളുടെ ഭാഗമായുള്ള 6 സംരംഭങ്ങൾക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തുടക്കമിട്ടു. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 25 വരെ നീട്ടി ഡൽഹി കോടതി. നിയമ നയ രൂപീകരണത്തിലൂടെ മലയാള സിനിമ സീരിയൽ രംഗത്തെ സ്ത്രീ സൌഹൃദമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി ടൂർണമെന്റിൽ മലേഷ്യയെ തോൽപ്പിച്ച് ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം, ഉപയോഗം, കയറ്റുമതി എന്നിവയിൽ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർബൺ മുക്തമാക്കാൻ ഹരിത ഹൈഡ്രജൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ പങ്കാളിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനത്തെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി. ഊർജ്ജ മേഖലയിൽ രാജ്യം ആത്മനിർഭറാകാൻ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം അനിവാര്യമാണെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യ 2024 സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹരിത ഹൈഡ്രജന്റെ ഉൽപ്പാദനം രാജ്യത്തെ അമോണിയയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഇറക്കുമതി കുറയ്ക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ 25 ദശലക്ഷം മെട്രിക് ടണ്ണിലധികം കുറയ്ക്കാനും സഹായിക്കുമെന്ന് ശ്രീ ജോഷി പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇത് 8 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നും 6 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിർത്തി ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പൂർണ്ണ പ്രതിജ്ഞാബദ്ധമാണെന്നും അവയാണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രാമങ്ങളെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന അതിർത്തി പ്രദേശങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി ഗ്രാമങ്ങൾ വ്യത്യസ്ത രീതിയിൽ വെല്ലുവിളികൾ നേരിടുന്നതായും ഇത്തരം പ്രദേശങ്ങളുടെ വികസനം ഉറപ്പാക്കുകയാണ് അവയെ നേരിടാനുള്ള ഫലപ്രദമായ മാർഗമെന്നും ശ്രീ സിംഗ് ചൂണ്ടിക്കാട്ടി. ലോക അർദ്ധചാലക വ്യവസായത്തെ ചലിപ്പിക്കുന്നതിൽ ഇന്ത്യ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അർദ്ധചാലക മേഖല ഒരു വിപ്ലവത്തിന്റെ പാതയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ 3 ദിവസത്തെ സെമിക്കോൺ ഇന്ത്യ 2024 തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർദ്ധചാലക ഭാവി രൂപപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ സന്ദേശം. ഇന്ത്യയെ അർദ്ധചാലകത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്ന തന്ത്രവും നയവും സമ്മേളനം ചർച്ച ചെയ്യും. മത്സ്യബന്ധന മേഖലയെ സംഘടിത മേഖലയാക്കാൻ ഒത്തുചേരണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും അഭ്യർത്ഥിച്ച് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇതിനായി മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ രഞ്ജൻ സിംഗ്. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജനയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രിമാരായ SP സിംഗ് ബാഗേൽ, ജോർജ് കുര്യൻ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഫിഷറീസ് വകുപ്പ് പ്രതിനിധികൾ, പദ്ധതി ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ 100 ദിന നേട്ടങ്ങളുടെ ഭാഗമായുള്ള 6 സംരംഭങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ 2.0 സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, നാഷണൽ യൂത്ത് പാർലമെന്റ് പോർട്ടൽ 2.0, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ദേശീയ യൂത്ത് പാർലമെന്റ് മത്സരം എന്നിവയാണ് പുതുതായി ഉദ്ഘാടനം ചെയ്തത്. നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ 2.0യുടെ പരിഷ്കരിച്ച പതിപ്പ് കൂടുതൽ ഉപഭോക്തൃ സൌഹൃദവും നിരവധി നൂതന സൌകര്യങ്ങളും കൂടിച്ചേർന്നതായിരിക്കും. കടലാസ് രഹിത നിയമനിർമ്മാണ അന്തരീക്ഷം, തത്സമയ ഭരണം, മികച്ച തീരുമാനങ്ങൾ സ്വീകരിക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷ്യം. നാഷണൽ യൂത്ത് പാർലമെന്റ് പോർട്ടൽ 2.0 അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ലഭ്യമാകും. ദേശീയ യൂത്ത് പാർലമെന്റ് മത്സരത്തിലൂടെ ജനാധിപത്യത്തിന്റെ വേരുകൾ ശക്തിപ്പെടുന്നതിനൊപ്പം ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കിടയിൽ പാർലമെന്റിന്റെയും പാർലമെന്ററി സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പരിചിതമാകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 25 വരെ നീട്ടി ഡൽഹി കോടതി.
നേരത്തെ അനുവദിച്ച ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കേജ്രിവാളിനെ തിഹാർ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി. സിബിഐ സമർപ്പിച്ച കുറ്റപത്രം കണക്കിലെടുത്ത് റൂസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി കാവേരി ബവേജ സെപ്റ്റംബർ 11 കേജ്രിവാളിനെതിരെ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കേസിൽ കേജ്രിവാളിനും മറ്റു പ്രതികൾക്കുമെതിരെ സിബിഐ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ സിബിഐ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്തും ജാമ്യം തേടിയുമുള്ള കേജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല. അതേസമയം ഇതേ കേസിൽ AAP നേതാവ് ദുർഗേഷ് പഥക്കിന് ഡൽഹി കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. US-ൽ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP. സംവരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്കും പാർട്ടി അദ്ദേഹത്തെ വിമർശിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അങ്ങേയറ്റം ലജ്ജാകരവും ഇന്ത്യയുടെ അന്തസ്സിന് മുറിവേൽപ്പിക്കുന്നതുമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യയുടെ സംസ്കാരം സംരക്ഷിക്കുന്നതിൽ സിഖ് സമൂഹം വഹിച്ച മഹത്തായ പങ്കിനെ രാജ്യം മുഴുവൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി ടൂർണമെന്റിൽ മലേഷ്യയെ 8-1 തകർത്ത് ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ തുടർച്ചയായ 3ാം വിജയമാണിത്. ഇന്ത്യയ്ക്കു വേണ്ടി രാജ്കുമാർ പാൽ ഹാട്രിക്കും അരജിത് സിംഗ് ഹുണ്ടൽ ഇരട്ട ഗോളുകളും നേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ജമ്മുകാശ്മീരും ഹരിയാനയും. ജമ്മുകാശ്മീരിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ അവസാന ഘട്ടത്തിലാണ്. അതേസമയം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. ജമ്മുകശ്മീരിൽ ചനാബ് വാലിയിലെ ദോഡ കായിക മൈതാനത്ത് ശനിയാഴ്ച നടക്കുന്ന റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് റാലികളെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തേക്കും. നാളെ നാഷണൽ കോൺഫറൻസിന്റെ തെരഞ്ഞെടുപ്പ് റാലികളെ ഒമർ അബ്ദുള്ളയും ചർവാകാഹ്രയിൽ വെള്ളിയാഴ്ച നടക്കുന്ന കോൺഗ്രസ് റാലിയെ ഇമ്രാൻ പ്രതാപ് ഗർഹിയും അഭിസംബോധന ചെയ്യും. 6 ജില്ലകളിലായി 24 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 16-ന് പ്രചാരണം അവസാനിക്കും. 18-നാണ് വോട്ടെടുപ്പ്. അതേസമയം ഹരിയാനയിൽ 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. സ്ഥാനാർത്ഥികൾക്ക് ഈ മാസം 16-നകം പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ അടുത്ത മാസം 8-ന് നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കൃത്യമായ നിയമ നയരൂപീകരണത്തിലൂടെ മലയാള സിനിമാ സീരിയൽ രംഗത്തെ പൂർണ്ണമായും സ്ത്രീ സൌഹൃദമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൌകര്യം പ്രദാനം ചെയ്യാൻ തിരുവനന്തപുരം നഗരത്തിലെ കൈരളി ശ്രീ നില തിയേറ്റർ കോംപ്ലക്സിൽ ഒരുക്കിയ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സംരംഭമായ സഖി ഡോർമെട്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ സൌഹൃദ തൊഴിലിടത്തോടൊപ്പം ശാക്തീകരണവും സിനിമാ രംഗത്ത് നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 മാലിദ്വീപ് മന്ത്രിമാർ രാജിവെച്ചു. മറിയം ഷിയുനെയും മൽഷ ഷെരീഫും വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ ജനതയെയും കുറിച്ച് സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഈ വർഷം ജനുവരിയിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. ഇവരുടെ അഭിപ്രായങ്ങൾ നയതന്ത്ര തർക്കത്തിനും മാലിദ്വീപ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനങ്ങൾക്കും കാരണമായിരുന്നു. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ദൌത്യം മെച്ചപ്പെടുത്തുന്നതിനായി നിർമ്മിത ബുദ്ധി മാതൃകകൾ നടപ്പിലാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും തമ്മിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഇരു സ്ഥാപനങ്ങളും ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവച്ചു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി അപൂർവ ചന്ദ്ര, IIT കാൺപൂർ ഡയറക്ടർ മനീന്ദ്ര അഗർവാൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്വീഡൻ വിദേശകാര്യ മന്ത്രിയായി നിയമിതയായ മറിയ സ്റ്റെർഗാർഡിനെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ അഭിനന്ദിച്ചു. ഇന്ത്യ സ്വീഡൻ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡോക്ടർ ജയശങ്കർ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഊർജ്ജ മേഖലയിൽ രാജ്യം ആത്മനിർഭറാകാൻ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ 100-ദിന നേട്ടങ്ങളുടെ ഭാഗമായുള്ള 6 സംരംഭങ്ങൾക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തുടക്കമിട്ടു. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 25 വരെ നീട്ടി ഡൽഹി കോടതി. നിയമ നയ രൂപീകരണത്തിലൂടെ മലയാള സിനിമാ സീരിയൽ രംഗത്തെ സ്ത്രീ സൌഹൃദമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി ടൂർണമെന്റിൽ മലേഷ്യയെ തോൽപ്പിച്ച് ഇന്ത്യ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.